വേഗതയ്ക്ക് പുതിയ മാനം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതുവത്സര സമ്മാനം. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിലോടാൻ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അടുത്ത വർഷം ഓഗസ്റ്റ് 15 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 140 കിലോമീറ്റർ വേഗതയിൽ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇക്കൊല്ലം ട്രാക്കിലിറങ്ങും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ. ശബരിമലയിൽ ഇനി ശേഷിക്കുന്നത് അയ്യപ്പ വിഗ്രഹം മാത്രമോ? കള്ളന്മാർ കട്ടത് ശിവവ്യാളി രൂപങ്ങളിലെ 7 പാളികൾ മുതൽ പ്രഭാമണ്ഡലത്തിലെ അടക്കം സ്വർണമെന്ന് ഹൈക്കോടതിയിൽ SITയുടെ റിപ്പോർട്ട്. പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ അടുത്തെന്നും മഹാതട്ടിപ്പുകാർ എങ്ങനെ അവിടെ എത്തപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി. തനിക്കെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ പുതിയ പണിയെന്ന് അടൂർ പ്രകാശ്. ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ നിർണായക നീക്കവുമായി ഇന്ത്യ. അന്തരിച്ച ബീഗം ഖാലിദാസിയയുടെ മകൻ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യ. തടവുകാരുടെ പട്ടിക കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയിലുള്ളത് 391 പാക് സിവിലിയൻ തടവുകാർ. 58 ഇന്ത്യക്കാർ പാക് തടവിൽ. ഉടൻ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ. വെള്ളാപ്പള്ളി നടേശനെ തള്ളിയും തലോടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI വഞ്ചനയും ചതിയും കാട്ടുന്ന പാർട്ടിയല്ലെന്നും LDFിലെ പ്രധാന ഘടകകക്ഷിയെന്നും മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ തെറ്റില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. ബിനോയ് വിശ്വമല്ല താനെന്നും പിണറായി വിജയൻ. വെള്ളാപ്പള്ളിയുടെ പ്രസ്ഥാനത്തോട് ബഹുമാനമെന്നും പ്രസ്താവനയെ തള്ളുന്നുവെന്നും MA ബേബി. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ചത് അണുബാധയെ തുടർന്ന് എന്ന ആക്ഷേപവുമായി കുടുംബങ്ങൾ. രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇൻഡോറിൽ മലിനജലം കുടിച്ച് 13 പേർ മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണ നീക്കവുമായി സംസ്ഥാന സർക്കാർ. 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. സമാധാനത്തിലൂന്നിയ കേരളമാണോ വർഗീയതയിലൂന്നിയ ഭരണമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി.